അച്ഛൻ കുറച്ച് ഓവറാന്നാണ് എൻ്റെ ഒരു ഇത്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ലേ പിന്നെ വന്ന് കയറിയ ഉടനെ കിളുന്ന് മട്ടൻ ചോദിക്കാം, രാവിലെ എണീറ്റ ഉടനെ തന്തൂരി റൊട്ടിയും പനീർ ബട്ടർ മസാലയും ചോദിക്കാം. പിന്നെ എൻ്റെ അമ്മായിയപ്പൻ ഈ കോമാളി വേഷം കെട്ടിക്കുക കുറച്ച് ഓവറല്ലേ? എടി അത് ഒരവസരം കിട്ടുമ്പോഴേ നമ്മളത് ചെറുതായിട്ടൊക്കെ ഒന്ന് മുതലാക്കണ്ടേ. പിന്നെ എനിക്ക് ഇവിടുത്തെ കുഞ്ഞുണ്ണിയെ ജീവനെ വളരെ ഇഷ്ടപ്പെട്ടു. അധികം അങ്ങോട്ട് അടുക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ മറക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിലും അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ പോകാനുള്ളതല്ലേ. അതിന് ഞാൻ തീരുമാനിക്കും. തീരുമാനിക്കാനോ? ഇന്നലെ തന്നെ സുമേഷ് ഊഞ്ഞാലെ കിടന്ന് ഉറങ്ങിയത്. അവന്റെ കാര്യം അല്ലെങ്കിൽ ഊഞ്ഞാല. അച്ഛൻ ഇവിടെ എത്ര ദിവസം നിൽക്കുന്നാലും നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ സുമേഷിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്താ ബുദ്ധിമുട്ട്? ഈ അവന്റെ മുറിയിൽ നിന്ന് അവനെ മാറ്റിയിട്ടേ വേറെ കിടന്നുറങ്ങാന്നൊക്കെ പറയുന്ന മോശമല്ലേ? അത് ഞാൻ അവനോട് സംസാരിച്ചോളാം. എന്തായാലും ഞാൻ ഇനി കുറച്ചാൾ ഇവിടെ ഉണ്ടാകും. അത് ഞാൻ അവനോട് പോയി സംസാരിക്കട്ടെ. പിന്നെ കാണാമേ. ബൈ ബൈ. ചെമ്പക പുഷ്പ സുഭാഷിത. അച്ഛനും അളിയനും ഞങ്ങൾ പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടില്ലെങ്കിൽ അതെന്തല്ലേ അങ്ങനെ പറഞ്ഞേ? ഊഞ്ഞാലി കിടന്നുറങ്ങി ദേഷ്യത്തിരിക്കുമോ? ഞാൻ ഒരുമാതിരി വേഷം കെട്ടറക്കരുത് കേട്ടോ. റിലാക്സ്. അച്ഛനും ശിവേട്ടനും ഇന്ന് തൊട്ട് ഋഷികേശങ്ങളുമായിട്ടുള്ള കമ്പനി നിർത്തിക്കോണം. ഓ മതിയാ, ഇതുവരെ നീ ആര്? ഞാനാണ് ഇവിടെ മട്ടന്റെയും തന്തൂരി റൊട്ടിയുടെയും പനീർ മട്ടർ മസാലയുടെയും ഒക്കെ കാശ് കൊടുത്തത്. ഇനി നിങ്ങൾ ദൂർത്തടിക്കാൻ പോകുന്നതിനെയും കാശ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് പറയാൻ അവകാശമുണ്ട്. എടി ആ പാവം വല്ലപ്പോഴല്ലേ വേണ്ട, 2 ദിവസം ആരംഭിച്ചിട്ട് അങ്ങ് പോട്ടടി. നീ തന്നെ കൂടെ എന്റെ കാശൊക്കെ. അന്ന് എന്റെ സാലറി കിട്ടിയില്ല അളിയാ. കിട്ടിയാൽ തന്നെ എനിക്ക് എന്റെ അച്ഛൻ അമ്മരെ ചെലവ് നോക്കണ്ടേ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഋഷേശങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഋഷേശങ്ങൾ ഇവിടുന്ന് പോകില്ല. ചേടാ ഇവരിത് എന്തോന്ന് മാമാ? പാവം പിടിച്ച ഒരു മനുഷ്യനെ, ഒരു വയസ്സായ മനുഷ്യനെ സ്നേഹിക്കാൻ പാടില്ലേ? അയ്യോ, ഈ സ്നേഹം കുറച്ച് ഓവറാണേ. അച്ഛൻ വീണ്ടും പഴയ വേഷത്തിലോട്ട് വന്ന ഒന്നും പറയണ്ട. ലളിത ഇടി തരുമെന്ന് പറഞ്ഞു. ലളിതേ ഇടി തരുമെന്ന് പറഞ്ഞു. ഓ ദൈവമേ, അമ്മയ്ക്ക് സ്തുതി. അപ്പൊ ഇനിയും തൊട്ട് അച്ഛനും ശിവേട്ടനും ഋഷികേശങ്ങളിനെ നല്ല കട്ട അവോയ്ഡ് ചെയ്തേക്കണം കേട്ടോ. ശിവേട്ടനൊരു കാര്യം ചെയ്യും, ഡയറ്റിലാണെന്ന് പറയാം. ശിവേട്ടൻ ഡയറ്റിൽ. അച്ഛനെ പഴയ തള്ളും പരിഷ്കാരവും ഒക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് ഇപ്പം ഋഷികേശങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ ഒരു കെമിസ്ട്രി ഇപ്പം വർക്കൗട്ട് ആവണില്ലാന്ന് മനസ്സിലങ്ങ് തോന്നിക്കൊണ്ടേയിരിക്കണം. അത് മനസ്സിൽ അച്ഛന് അങ്ങനെ തോന്നണം. കെമിസ്ട്രിയാ? അത് ആ ഒരു ഇതില്ലേ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അതിപ്പോ ഇല്ലാന്ന് പറയണം. അത് മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ അങ്കിളിലാ കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മാറിയൊക്കെ നടന്നു പോണം. എനിക്ക് പണ്ട് അങ്ങേരെ ആട്ടുംകുട്ടിയെ കറണ്ട് ലഭിച്ച സംഭവം എപ്പോഴും ഓർമ്മ വരും. കാണുമ്പോ ഇവിടെ ഒരു തുണയില്ലെങ്കിൽ അങ്ങേര് ഇവിടെ നിന്ന് പോവുള്ളച്ചാ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ മറ്റേ ചേഷ്ടകളും. എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? അതെ, ഞങ്ങൾ കുറെ നാളായല്ലോ ഇങ്ങനെ ഒരു ഗൂഢാലോചന കൂടിയിട്ട് ഇങ്ങനെ പറയായിരുന്നു. എന്റെ അച്ഛനെ ദേഹോദ്രവം ചെയ്യാനുള്ള വല്ല പ്ലാനും ആണോ? എന്തോന്നീ ഞങ്ങള് വേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്. എന്നാ ഓക്കെ. ഉത്തോണ്ട അച്ഛനെ കുറിച്ച് ഒരു പാട്ട് എഴുതിന്ന് പറഞ്ഞില്ലേ, അത് അച്ഛനെ ഇന്ന് തന്നെ പാടിക്കേപ്പിക്കണം കേട്ടോ. ഇല്ല ഇനിയിപ്പോ അത് മതി അച്ഛനെ വിഷമാവാൻ. എന്താ ഞാൻ പറയാനുള്ളത് പറഞ്ഞോ. ഇതെന്തോന്ന് പാടത്? എന്തോന്ന് വെച്ചാൽ കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഇനി പാട്ടും കൊണ്ട് എഴുതണോ? പാവളിയന്റെ ഓരോ വിധിയെ ഭയങ്കര ശല്യം വെച്ചാ പറ്റൂല, താങ്ങൂല. അവളല്ലേ നോക്കണേ. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞോളൂ. പാട്ട് ഞാൻ എഴുതിക്കൊള്ളാം. പാട്ടൊക്കെ എനിക്ക് എഴുതാറേ, ഞാൻ എഴുതിക്കൊള്ളാം. വേണമെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് വലിയ ചെലവൊന്നുമില്ല ഇവിടെ. നിനക്ക് വലിയ നാക്കുണ്ടല്ലോ. പക്ഷെ അല്ലെ ചുമ്മാ ചിലക്കല്ലേ.